ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യമൻ മന്തിയാണ്. നമ്മൾ ഈ കുണ്ടിലെല്ലാം ഇറക്കി വെച്ച് ഉണ്ടാക്കുന്ന മന്തി പോലത്തെ എഫക്റ്റിൽ തന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും അതിൻ്റെ സോഫ്റ്റ്നെസ് കോയിൻ്റെ. അപ്പോൾ അതിൻ്റെ ചേരുവകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ 2 കോഴി എടുത്തത്. അൽഫാമിന് വേണ്ടിയുള്ള കോഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാം. അതെന്താക്കുക, നടുക്കുന്ന 2 കട്ട് ചെയ്യുക. മീൻസ് ഒരു ചെസ്റ്റ് ഒരു ലെഗ് ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ ടോട്ടൽ 4 പീസായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താക്കുക, കുറച്ച് നല്ല വൃത്തിക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി കഴുത്ത് ഭാഗം കളയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആ കഴുത്ത് ഭാഗം കുറച്ച് കളട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നല്ല വൃത്തിക്ക് കഴുകേണ്ട ചേരുവകൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ മുതുമ മല്ലി, കുരുമുളക്, വെളുത്തുള്ളി, മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, പിന്നെ ഓയിൽ, പിന്നെ ജീരകം, പിന്നെ യെല്ലോ ഫുഡ് കളർ, ഉപ്പ്. ഇത് മസാല ആക്കണ്ടേ ചിക്കന് വേണ്ടി. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഈ ഓയിലും ഒലീവ് ഓയിലാണ് നമ്മൾ ഉപയോഗിച്ചത്. ഒലീവ് ഓയിൽ ഇപ്പോഴേ ചേർക്കേണ്ട, ഒലീവ് ഓയിൽ ലാസ്റ്റാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ അത് അടിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കുക. ഇപ്പോൾ ഇതിൽ നമുക്ക് മുളക് പൊടി ചേർക്കണം നിർബന്ധവും ഇല്ല. ചേർക്കുന്നവർക്ക് ചേർക്കുക, ഇല്ലാത്തവർക്ക് ചേർക്കണ്ട. ഓക്കെ, അത് ഓപ്ഷനിലാണ്. അപ്പോൾ എന്താക്കുക, നല്ലോണം അടിച്ച് പൊടി പോലെ ആക്കിയെടുക്കും. അപ്പോൾ ഇതെടുത്ത സാധനം നമുക്കൊരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ വേണം നമ്മളെന്താക്കണം, നല്ല കണ്ടാൽ മനസ്സിലാവല്ലോ, നല്ല ഫൈൻ പേസ്റ്റ് പൊടിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ഒഴിക്കുക. പക്ഷേ ഈ ഓയിൽ കുറച്ചും കൂടി ഞാൻ എടുത്ത കുറച്ച് കുറഞ്ഞു. ഇനി കുറച്ചും കൂടി ഞാൻ ഓയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കി. ഇത് നല്ലോണം ഒരു പേസ്റ്റ് പോലെയാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ കളർ ഇപ്പം ആഡ് ചെയ്യുന്നുണ്ട്. കളർ നമ്മൾ പൊടിക്കുമ്പോഴല്ല, യെല്ലോ ഫുഡ് കളർ എന്താക്കുക നമ്മളിപ്പം കുറച്ച് ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ഓവർ കളറൊന്നും വരില്ല. ഓക്കെ, ഇത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ എന്താക്കുക, ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കുക. ഒരു ക്രീമി പോലെ ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, എന്നിട്ട് അതിന് ശേഷം എന്താക്കുക, ഇതെടുത്തിട്ട് ഒരു ബ്രഷിനെ കൊണ്ട് മൊത്തം ഇതൊന്ന് എല്ലാ ഭാഗത്തും ഇത് എത്തിക്കണം. ഓക്കെ, ഇത് കീറിടണമെന്നൊന്നുമില്ല. കീറിടാണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതാക്കിയാൽ മതി. കീറിടണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് ഫോയിലിനെ കൊണ്ട് കവർ ചെയ്തിട്ട് ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായത്. ഞാൻ വൈകുന്നേരം ആക്കിയൊരു സന്ധ്യാസമയം ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ അടുത്ത റൈസിലേക്ക് നോക്കാം, റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ക്യാപ്സിക്കം, 2 ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഏലക്ക, ഗ്രാമ്പു, മുളക്, മല്ലി, ഉണക്ക് നാരങ്ങ, ബേ ലീഫ്, പട്ട, പിന്നെ ജീരകം. ഇതാണ് റൈസിന് വേണ്ട സാധനങ്ങൾ. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലേക്കോ അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് കുറച്ചൊന്ന് ഉള്ളി ഒന്ന് വഴഞ്ഞ് കിട്ടുന്നവരെ കാത്തുക. എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഈ സാധനങ്ങൾ മൊത്തം ഇടുക. അതിനുശേഷം കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടാക്കുക, വഴറ്റുക. അതിനുശേഷം നമുക്ക് എന്താക്കണം, ഈ ഓൾറെഡി നമ്മൾ റൈസ് കുതിർത്തി വെച്ചിട്ടുണ്ടായി. അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ കുതിർത്തില്ല കഴുകി വെച്ച ഇത് നമുക്കിതിലേക്ക് ഇടാം. ഇത് കുറച്ചൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് എന്താക്കുക, വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇതിലേക്ക് മാഗിക്ക് വേണ്ടിയിട്ട് അതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫോയിൽ ഇങ്ങനെ വെക്കുക. നല്ല ടൈറ്റാക്കി വെക്കണം. അതിന് ശേഷം ഇങ്ങനെ ഒരു ഹോൾസായി കൊടുക്കുക. ഇത് പ്രഷർ കയറാൻ വേണ്ടിയാണ്. അതിന് ശേഷം ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് നല്ല അടുക്കി വൃത്തിയാക്കി വെക്കുക. ഇപ്പോൾ ഈ ഫോയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല 2-3 കട്ടിയിൽ ഫോയിൽ വെക്കണം. അപ്പോൾ എന്നാലും ഇത് വെയിറ്റ് താങ്ങും. നമുക്കൊരു 40 മിനിറ്റ് വേവിക്കില്ല. അതിന് ശേഷം എന്താക്കുകയെന്ന് വെച്ചാൽ നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് ഫോയിലിനെ കൊണ്ട് കവർ ചെയ്യുക. നല്ല കട്ടിയിൽ ഫോയിൽ എടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ചെറിയ ഫോയിൽ എടുക്കുന്ന നേരം വലിയ ഫോയിൽ തന്നെ എടുക്കും. അപ്പോൾ നല്ലോണം ഞാൻ ഏകദേശം 4-5 തവണയാറ്റം ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. മാക്സിമം ഇത് എയർ പുറത്തു പോകരുത്. നമുക്ക് ഏകദേശം നെക്സ്റ്റ് 40-45 മിനിറ്റ്സ് ഇതിലേക്ക് വേവിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം 45 മിനിറ്റ്സ് വേവിച്ചിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കിയ ശേഷം റൈസൊക്കെ നല്ല കറക്റ്റ് വന്നിട്ടുണ്ട്. ഒരു തെരി പോലും പ്രശ്നം ഉണ്ടായിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത്. അപ്പോൾ നല്ല വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഓയിലെല്ലാം ഞാൻ മിക്സ് ആക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓയിൽ ചോറ് നല്ല ടേസ്റ്റും ഉണ്ട്, നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് എടുത്തപാട് അങ്ങനെ എടുക്കരുത്. ഇതാക്കിയപാട് ഇതെടുക്കുന്നതിന് പകരം ഇതൊന്ന് ചോറൊന്ന് മിക്സ് ആവും. കാരണം ഈ ചിക്കൻ്റെ ഓയിൽ മൊത്തം ഇതിലേക്ക് വന്നിട്ടുണ്ടാവും, അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം എന്താക്കുക, അതെല്ലാം മിക്സ് ആവുന്നവരെ നമ്മളെന്താക്കുക, മാക്സിമം ഇതിങ്ങനെ ഇളക്കും. അപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എൻജോയ്. സംഭവം പൊളിയായിരുന്നു. ഗുഡ് നൈറ്റ്.